ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണ് മക്കളെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? സോ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിൽ മാർജിനൽ കോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ബജറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ABC അനാലിസിസ് ഓർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു 10 മാർക്കിൻ്റെ പോർഷനാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. MA സിലബസ് മുഴുവനായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ABC ഈ 3 ടൈപ്പ് കാറ്റഗറിയിലാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഇതിൽ ABC അനാലിസിസ് ഞാൻ എല്ലാ സമയത്തും പിള്ളേരോട് പറയാറുണ്ട്, ഇത് A കാറ്റഗറി പെട്ടതാണ്. അതിൻ്റെ റീസൺ വെരി സിമ്പിൾ ചാപ്റ്ററാണ് ABC അനാലിസിസ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്? ഈസി ചാപ്റ്ററാണ്, നമ്മൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾക്ക് ഈ 10 മാർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഇനി എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓവർ ഹെഡിൻ്റെ ചാപ്റ്റർ പഠിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഒരുപാട് മെത്തേഡിൽ നമ്മൾ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനൊക്കെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ച ഓവർ ഹെഡ് കാൽക്കുലേഷനൊക്കെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയാം. അതിനൊരു ആൾട്ടർനേറ്റീവായിട്ടാണ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്താണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പഠിക്കണം. നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ചതാണ്, എന്നാൽ ഒന്നും കൂടെ ഞാൻ അതിൻ്റെ മെത്തേഡ്സ് ഒന്ന് പറയാം. എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? വെരി സിമ്പിൾ. ഓവർ ഹെഡ് റീകവറി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബേസ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ഈ ബേസ് മേ ബി എന്തും ആവാം, ഹവേഴ്സ് ആവാം, റോ മെറ്റീരിയൽ ആവാം, എന്തും ആവാം. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹവേഴ്സ് ബേസിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹവേഴ്സ് മാത്രമാണ്. സോ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോക്കിയേ, ഓവർ ഹെഡ് റീകവറി റേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ നമ്മളെ കമ്പനിക്ക് ഇൻകർ ആവുന്ന ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ്. എത്ര ഹവേഴ്സ് ആണോ നമ്മൾ കൺസ്യൂം ചെയ്തത് അതിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ കമ്പനിക്ക് ടോട്ടൽ ഇൻകർ ആയത് 5 lakh rupees ആണ് ഓവർ ഹെഡ്. ടോട്ടൽ ഇൻകർ ആയ ഓവർ ഹെഡ് എത്രയാണ്? 5 lakh rupees. എത്ര മണിക്കൂറാണ് നിങ്ങളെ കമ്പനി റൺ ചെയ്യുന്നത്? നിങ്ങളെ കമ്പനി റൺ ചെയ്യുന്നത് 1 lakh hours ആണ്. സോ ഈ 5 lakh ഡിവൈഡഡ് ബൈ 1 lakh hours എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 5 rupees ആണ്. എന്താണ് ഈ 5 rupeesൻ്റെ അർത്ഥം? ഒരു മണിക്കൂർ നിങ്ങളെ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 5 രൂപയാണ് കോസ്റ്റ് വരുന്നത് അല്ലേ. ഓവർ ഹെഡ് പെർ ഹവർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിനാണ് നമ്മൾ ഓവർ ഹെഡ് റീകവറി റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓവർ ഹെഡ് റീകവറി റേറ്റ്. ഇനി നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 hours ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യാന്ന് വെച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 10 hours ഇൻറ്റു ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് 5 രൂപയാണ് കോസ്റ്റ് വരിക. 10 hours ഇൻറ്റു 5 rupees 50 rupees ആണ് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ്. ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എഗ്രി ഓർ നോട്ട്? എഗ്രി. ക്ലിയർ അല്ലേ മക്കളെ? 5 lakh rupees ആണ് നമുക്ക് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 lakh hours. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മണിക്കൂർ എൻ്റെ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 5 രൂപയാണ് ഓവർ ഹെഡ് കോസ്റ്റ് ഇൻകർ ആവുന്നത്. എഗ്രി? എഗ്രി. ഇതോടുകൂടെ ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താ? ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന് ഡീമെറിറ്റ് ഉണ്ടോ? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഡീമെറിറ്റ് ഉണ്ട്, അതിനാണ് നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ലെറ്റ്സ് ഡിസ്കസ്. XYZ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു CA ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചോ. XYZ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടോട്ടൽ ഇൻകർ ആവുന്ന ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 lakh rupees ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 lakh rupees ആണ് നമ്മളെ XYZ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടോട്ടലി ഇൻകർ ആവുന്ന ഓവർ ഹെഡ്. ഏതൊക്കെ ബാച്ചാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? CA ബാച്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, CMA ബാച്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ്, നല്ലപോലെ ശ്രദ്ധിക്കണേ. XYZ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാറ്റാസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണ് ഇൻകർ ആവുന്നത്? 5 lakh rupees. ഈ 5 lakh rupees CMA ബാച്ചിന് ഒറ്റക്കാണോ? അല്ല. CA ബാച്ചിന് ഒറ്റക്കാണോ? അല്ല. 2 ബാച്ചിനും കൂടെ ടോട്ടൽ XYZ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇൻകർ ആവുന്ന എമൗണ്ടാണ് ഈ 5 lakh rupees. ക്ലിയർ അല്ലേ? യെസ്. ഏതൊക്കെ ബാച്ച് ഉണ്ട്? CA ബാച്ച്, CMA ബാച്ച്. ഇനി ഹവേഴ്സ് കൺസ്യൂമഡ്, നല്ലപോലെ ശ്രദ്ധിക്കണേ. CA ബാച്ചിന് എത്ര ഹവേഴ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്? 1 lakh hours ആണ് CA ബാച്ചിന് കൺസ്യൂം ചെയ്യുന്നത്. ആകെ CA ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന ഹവേഴ്സ് 1 lakh hours ആണ്. CMA ബാച്ചിലെ പിള്ളേർക്കും വേണ്ടിയിട്ട് ഇവർ 2 lakh hours കൺസ്യൂം ചെയ്യുന്നുണ്ട്. എത്ര ഹവേഴ്സ് ആണ്? 2 lakh hours. ക്ലിയർ അല്ലേ? അപ്പോൾ CA ബാച്ചിന് ഹവേഴ്സും കിട്ടി, CMA ബാച്ചിന് ഹവേഴ്സും കിട്ടി അല്ലേ? യെസ്. ഇനി റെൻറ്റ് നോക്കിയേ. റെൻറ്റ് എമൗണ്ട് CA ബാച്ചിന് ഇൻകർ ആവുന്നത് 1 lakh rupees ആണ്.
CMA ബാച്ചിന് എത്രയാണ് ഇൻകർ ആവുന്നത്? ജസ്റ്റ് 50,000 റുപ്പീസ്. ഈ 1,00,000 റുപ്പീസിൻ്റെ നേർ പകുതി മാത്രമേ CMA ബാച്ചിന് ഇൻകർ ആവുന്നുള്ളൂ. നെക്സ്റ്റ് മെൻറ്റർഷിപ്പ് CA ബാച്ചിന് ഇൻകർ ആവുന്നത് 2,00,000 റുപ്പീസ് ആണ്. CMA ബാച്ചിന് ഇൻകർ ആവുന്നത് ജസ്റ്റ് 1,00,000 റുപ്പീസ്. വീണ്ടും CMA ബാച്ചിൻ്റെ കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ് അല്ലേ. തേർഡ് വൺ ഇലക്ട്രിസിറ്റി CA ബാച്ചിന് 25,000 ആണ്. CMA ബാച്ചിനും സെയിം ആണ്, 25,000 ആണ്. ഇത്രയും ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. ഇനി എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾക്കറിയാം ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ്. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? യെസ്. എത്രയാണ് ടോട്ടൽ ഓവർ ഹെഡ്? 5,00,000 റുപ്പീസ് അല്ലേ ടോട്ടൽ ഓവർ ഹെഡ്. നമുക്ക് ഈ 5,00,000 റുപ്പീസ് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ CA ബാച്ചിന് ടോട്ടൽ വന്ന ഓവർ ഹെഡ് 3,25,000 ആണ്, പ്ലസ് 1,75,000. ഇപ്പോഴും നമുക്ക് 5,00,000 റുപ്പീസ് തന്നെ ടോട്ടൽ കിട്ടും. സെയിം ആണ്, രണ്ടും കൂടെ ടോട്ടൽ 5,00,000 റുപ്പീസ് ആണ് നമ്മുടെ കോസ്റ്റ്. സോ ഞാൻ 5,00,000 റുപ്പീസ് ടോട്ടൽ ഓവർ ഹെഡ് കാണിച്ചു. ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ ഹവേഴ്സ് അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. എത്ര ഹവേഴ്സ് ഉണ്ട് മക്കളെ? CA ബാച്ചിന് 1,00,000 ഹവേഴ്സ് ഉണ്ട്, പ്ലസ് CA ബാച്ചിന് 1,00,000 ഹവേഴ്സ് ഉണ്ട്, പ്ലസ് CMA ബാച്ചിന് 2,00,000 ഹവേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ 3,00,000 ഹവേഴ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് XYZ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ 5,00,000 ഡിവൈഡഡ് ബൈ 3,00,000. ദാറ്റ് മീൻസ് ഒരു മണിക്കൂർ XYZ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 1.667 റുപ്പീസ് ആണ് നമ്മൾക്ക് ഓവർ ഹെഡ് കോസ്റ്റ് വരുന്നത്. ഇതല്ലേ നമുക്ക് മനസ്സിലായത്? യെസ്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് CA ബാച്ചിൻ്റെ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? വെരി സിമ്പിൾ. 1.667 റുപ്പീസ് അല്ലേ ഒരു മണിക്കൂറിന് വരുന്ന കോസ്റ്റ്. CA ബാച്ച് എത്ര മണിക്കൂറാണ് മക്കളെ കൺസ്യൂം ചെയ്യുന്നത്? 1,00,000 ഹവേഴ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം 1,00,000 ഹവേഴ്സ് ഇൻറ്റു ഓരോ മണിക്കൂറിനും ഇരുന്ന കോസ്റ്റ് എത്രയാണ്? 1.667. ടോട്ടൽ കോസ്റ്റ് ആസ് പെർ ട്രഡീഷണൽ മെത്തേഡ് CAക്ക് എത്രയാണ് വരുന്നത്? 1,66,600 റുപ്പീസ്. അഗ്രി ഓർ നോട്ട്? അഗ്രി. ഇനി CMA ബാച്ചിനാണെങ്കിലോ ഒരു മണിക്കൂറിന് 1.667 റുപ്പീസ് ആണ്. ഇൻറ്റു എത്ര മണിക്കൂറാണ് മക്കളെ CMA ബാച്ച് റൺ ചെയ്യുന്നത്? 2,00,000 ഹവേഴ്സ് ആണ് CMA ബാച്ച് റൺ ചെയ്യുന്നത്. സോ നമ്മൾ 2,00,000 ഹവേഴ്സ് അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്? 1.667 ഇൻറ്റു 2,00,000 ഹവേഴ്സ് എത്ര വന്നു? CMA ബാച്ചിന് നോക്കിയേ 3,33,400 റുപ്പീസ് കോസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു മക്കളെ? CA ബാച്ചിന് വളരെ കുറച്ച് എമൗണ്ട് വന്നിട്ടുള്ളൂ, CMA ബാച്ചിന് വന്ന കോസ്റ്റ് ഒരുപാട് കൂടുതലാണ്. എന്തായിരുന്നു റീസൺ? CA ബാച്ചിന് നമ്മൾ 1,00,000 ഹവേഴ്സ് കൺസ്യൂം ചെയ്തിട്ടുള്ളൂ, CMA ബാച്ചിനോ 2,00,000 ഹവേഴ്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഹവേഴ്സിൻ്റെ ബേസിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CMAക്ക് 2,00,000 ഹവേഴ്സ് ഞാൻ കാണിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റും ഇൻക്രീസ് ചെയ്തു. പക്ഷേ ആക്ച്വലി വന്ന കോസ്റ്റിൻ്റെ അവസ്ഥ എന്താ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 5,00,000 റുപ്പീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി എങ്ങനെ വന്നത്? ഓരോ ആക്ടിവിറ്റീസും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, റെൻറ്റിൻ്റെ അവസ്ഥ എന്താ? റെൻറ്റ് 1,00,000 റുപ്പീസാണ് CA ബാച്ചിന് വന്നത്. CMA ബാച്ചിനാണെങ്കിലോ ജസ്റ്റ് 50,000 രൂപ വന്നിട്ടുള്ളൂ. CA ബാച്ചിൻ്റെ നേർ പകുതിയാണ് വന്നത് അല്ലേ. അവിടെയും CMA ബാച്ചിന് കോസ്റ്റ് കുറവാണ്. നെക്സ്റ്റ് മെൻറ്റർഷിപ്പ് 2,00,000 റുപ്പീസാണ് CAക്ക് വന്നത്. 1,00,000 റുപ്പീസ് മാത്രമേ ആർക്ക് വന്നിട്ടുള്ളൂ? CMA ബാച്ചിന് വന്നിട്ടുള്ളൂ. അവിടെ CMA ബാച്ചിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി രണ്ട് പേർക്കും സെയിം ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് CA ബാച്ചിന് 3,25,000 റുപ്പീസ് കോസ്റ്റ് വന്നിട്ടുണ്ട് ആസ് പെർ ആക്ടിവിറ്റി. നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഓരോ ബാച്ചിലും ഈ പറയുന്ന CA ബാച്ചിന് ഇൻക്രായ ആക്ടിവിറ്റി ബേസിലാണ് കൺസിഡർ ചെയ്തത്. അതായത് ആക്ച്വൽ കോസ്റ്റ് അതെത്രയാണ്? 3,25,000 റുപ്പീസാണ്. ഇനി CMA ബാച്ചിന് എത്ര വന്നത്? 1,75,000 റുപ്പീസാണ് അല്ലേ. ഇനി നോക്കിയേ, ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? ഈ 3,25,000 റുപ്പീസിന് പകരം നമുക്ക് കിട്ടിയത് 1,66,600 റുപ്പീസാണ്. ഇപ്പുറത്ത് ജസ്റ്റ് 1,75,000 റുപ്പീസാണ് ആക്ച്വലി ഇൻകർ ആയത്. പക്ഷേ റീകവറി റേറ്റ് പ്രകാരം അല്ലെങ്കിൽ ഹവേഴ്സ് ബേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 3,33,400 റുപ്പീസാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വേരിയേഷൻ വന്നു? ഇതിൻ്റെ റീസൺ നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് CMA ബാച്ചിൽ ഇൻകർ ആയിരിക്കുന്ന ആക്ടിവിറ്റീസോ അതിൻ്റെ കോസ്റ്റോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ? CMA ബാച്ചിൽ എത്ര ഹവേഴ്സ് റൺ ചെയ്തു എന്ന് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഹവേഴ്സ് കൺസ്യൂം ചെയ്ത അളവ് നോക്കുന്ന സമയത്ത് CMA ബാച്ചിനാണ് കൂടുതൽ കൺസംഷൻ ഉള്ളത്. മേ ബി ഈ ഹവേഴ്സ് റൺ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾക്ക് കോസ്റ്റ് ഇൻകർ ആയി എന്ന് വരില്ല. ചുമ്മാ പിള്ളേർ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയായിരിക്കും, മെൻറ്റർഷിപ്പ് കൊടുക്കണ്ട.
AC യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഇലക്ട്രിസിറ്റി കോസ്റ്റ് വളരെ കുറവായിരിക്കും അല്ലേ, അവരിരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഹവേഴ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ടോ? കോസ്റ്റ് ഇൻകർ ആവുന്നില്ല. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ അതൊന്നും പരിഗണിക്കുന്നില്ല. എത്ര ഹവേഴ്സാണ് റൺ ചെയ്യുന്നത്, ആ ഹവേഴ്സ് വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് 1.667 ഇൻറ്റു എത്ര ഹവേഴ്സാണോ റൺ ചെയ്തത് ഇൻറ്റു 2 lakh ഹവേഴ്സ്. ഒരുപാട് കോസ്റ്റ് കാണിക്കണം. ആക്ച്വലി എത്ര കോസ്റ്റ് ഇൻകർ ആയിട്ടില്ലല്ലോ, ഇൻകർ ആയിട്ടില്ല. ഇനി CA ബാച്ച് ആണെങ്കിലോ നോക്കിയേ, എല്ലാ കോസ്റ്റും ഒരുപാട് ഹൈ ആണ്. പക്ഷേ അവർ എത്ര മണിക്കൂർ റൺ ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് 1 lakh ഹവേഴ്സ് റൺ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അവരുടെ ഹവേഴ്സിൻ്റെ കൺസംഷൻ കുറവാണ്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ എത്ര കൊടുത്താൽ മതി? ജസ്റ്റ് 1 lakh ഹവേഴ്സിന് 1.667 റുപ്പീസ് വീതം കൊടുത്താൽ മതി. പക്ഷേ ആക്ച്വലി സംഭവിച്ചത് അങ്ങനെയാണോ? അവരുടെ ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്, അവരുടെ കോസ്റ്റ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, ട്രഡീഷണൽ മെത്തേഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? യെസ്. എന്താണ് അതിന് സൊല്യൂഷൻ? അതിന് സൊല്യൂഷൻ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഓരോ ബാച്ചിലും നടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആക്ടിവിറ്റീസ് നടന്നത്? റെൻറ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. അങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ രണ്ടിനെയും തരം തിരിച്ചപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലായി? ആക്ച്വൽ കോസ്റ്റ് CA ബാച്ചിന് എത്ര ഇൻകർ ആയിട്ടുണ്ട്, CMA ബാച്ചിന് എത്ര ഇൻകർ ആയി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അഗ്രി ഓർ നോട്ട്? അഗ്രി. ഇങ്ങനെ ആക്ടിവിറ്റി ബേസിൽ കോസ്റ്റിനെ തരം തിരിച്ച് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെത്തേഡിന് വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഓർ ABC അനാലിസിസ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാനൊന്ന് പറയട്ടെ, അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ കൺഫേം ആവും. ഈ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓവർ ഹെഡ് റിക്കവറി റേറ്റ്, ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ്. ഇനി ഒരു ഫാക്ടറീൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണ്? 5 lakh റുപ്പീസ് ആണ്. ഡിവൈഡഡ് ബൈ 1 lakh 5 റുപ്പീസ് പെർ ഹവർ. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിൽ ഒരു മണിക്കൂറിന് 5 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. സോ ഇനി എക്സാമ്പിൾ നോക്കിയ മക്കളെ, പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എ അല്ലേ? പ്രൊഡക്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പ്രൈം കോസ്റ്റ് അല്ലേ? ഇവിടെ ഓരോ കോസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും പ്രൈം കോസ്റ്റ് വരെയുള്ള നമ്മുടെ ആൻസർ സെയിം ആയിരിക്കും. കാരണം എന്താ? കോസ്റ്റ് ഷീറ്റ് നമ്മൾക്കറിയാം, പ്രൈം കോസ്റ്റിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഓവർ ഹെഡ്സ് ഒക്കെ നമ്മൾക്ക് ഇൻകർ ആവുന്നത്. അതുവരെയുള്ള കോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിലും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തത്. സോ പ്രൈം കോസ്റ്റ് വരെ 2 ടൈപ്പ് ഓഫ് മെത്തേഡിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും. ആഫ്റ്റർ പ്രൈം കോസ്റ്റ് നമ്മുടെ ആൻസറിന് ചേഞ്ചസ് വരും. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈം കോസ്റ്റിന് ശേഷം ഞാൻ ഫാക്ടറി ഓവർ ഹെഡാണ് ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് 10 ഹവേഴ്സ് ആണ് നമുക്ക് റിക്വയർഡ് ഹവേഴ്സ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ വേണം? 10 ഹവേഴ്സ് വേണം. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ട്രഡീഷണൽ മെത്തേഡിൽ ഓരോ മണിക്കൂറിനും 5 റുപ്പീസാണ് നമുക്ക് കോസ്റ്റ് ഇൻകർ ആവുന്നത് അല്ലേ? സോ 10 ഹവേഴ്സിന് എത്ര രൂപ ആവും? 10 ഹവേഴ്സ് ഇൻറ്റു 5 റുപ്പീസ്, 50 റുപ്പീസാണ് നമുക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ്. അഗ്രി? യെസ്. സോ ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് മനസ്സിലായി പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 50 രൂപയാണ് ഓവർ ഹെഡ് കോസ്റ്റ് ഇൻകർ ആവുന്നത്. അഗ്രി? യെസ്. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോഴും ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണ് എമൗണ്ട്? 5 lakh റുപ്പീസ് തന്നെയാണ് എമൗണ്ട്. നമ്മുടെ എക്സാമ്പിൾ 5 lakh റുപ്പീസ് അല്ലേ? 5 lakh റുപ്പീസ് ആണ്. എങ്ങനെയാണ് ഈ ചാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക? ഇതിനാണ് നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുണ്ടാവുള്ളൂ. ഡിസ്കസ് ചെയ്യട്ടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. എന്താണ് ഫസ്റ്റ് ഐറ്റം? കോസ്റ്റ് പൂൾ. കോസ്റ്റ് പൂൾ ഈസ് നത്തിങ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? XYZ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ എക്സാമ്പിൾ CA ബാച്ചും ഉണ്ട്, CMA ബാച്ചും ഉണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ കോസ്റ്റ് ഇൻകർ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ റെൻറ്റ് അല്ലേ, ഇലക്ട്രിസിറ്റി, മെൻറ്റർഷിപ്പ് കോസ്റ്റ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലേ നടന്നത്. ഈ ആക്ടിവിറ്റീസിന് വിളിക്കുന്ന പേരാണെന്ത്? കോസ്റ്റ് പൂൾ. നമ്മൾ ഈ 5 lakh റുപ്പീസ് ഓവർ ഹെഡ് ഇൻകർ ആവാൻ വേണ്ടിയിട്ട് ഈ എക്സാമ്പിളിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് നടന്നത്? റിപ്പയർ നടന്നിട്ടുണ്ട്, ഓർഡറിങ് കോസ്റ്റ് നടന്നിട്ടുണ്ട്, ഡെലിവറി കോസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ആണ് നമ്മൾക്ക് ഇൻകർ ആയത്. അപ്പോൾ കോസ്റ്റ് പൂൾ എന്ന് പറയുന്ന ഫസ്റ്റ് ചാർട്ടിൽ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? എക്സ്പെൻസസ് ആണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് കാണിക്കേണ്ടത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ കമ്പനിയിൽ എക്സ്പെൻസസ് ഇൻകർ ആവാൻ വേണ്ടിയിട്ട് നടന്നത്? ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കോളത്തിൽ കോസ്റ്റ് സിമ്പിളാണ്. റിപ്പയർ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് നമുക്ക് എത്ര രൂപയാണ് എക്സ്പെൻസസ് ഇൻകർ ആയത്? എത്ര രൂപയാണ്? 1 lakh റുപ്പീസിനാണ് നമ്മൾ റിപ്പയർ ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്? 2 lakh rupees കോസ്റ്റ് വന്നിട്ടുണ്ട്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണ്ടേ? അതാണ് ഈ ഓർഡറിങ് കോസ്റ്റ് 2 lakh rupees. ഡെലിവറി കോസ്റ്റ്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഡെലിവർ ചെയ്യാനുള്ള കോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്തിൽ ഡെലിവറി കോസ്റ്റ് ആയിരിക്കാം. ആസ് യു വിഷ്, ഏതോ ആവട്ടെ, എന്തായാലും കോസ്റ്റ് 2 lakh rupees വന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഡെലിവറി കോസ്റ്റ്? എത്രയാണ്? 2 lakh rupees. 1 lakh rupees പ്ലസ് 2 lakh rupees പ്ലസ് 2 lakh rupees, ടോട്ടൽ കോസ്റ്റ് എത്രയായി? 5 lakh rupees ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ടോട്ടൽ ഓവർ ഹെഡ് 5 lakh rupees തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് പൂളും കഴിഞ്ഞു, കോസ്റ്റും കഴിഞ്ഞു. നെക്സ്റ്റ് കോസ്റ്റ് ഡ്രൈവ്. എന്താണ് കോസ്റ്റ് ഡ്രൈവ്? നമ്മൾ കോസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് കോസ്റ്റിങ്ങിൽ? എന്തായിരുന്നു കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് യൂണിറ്റ് ഈസ് നത്തിങ്. ഇപ്പോൾ പഞ്ചസാര മേടിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മേടിക്കുക? 1 കിലോ പഞ്ചസാര എന്ന് പറയാം. പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ 1 ലിറ്റർ പെട്രോൾ എന്ന് പറയാം അല്ലെ? സിമെൻറ്റ് മേടിക്കുന്ന സമയത്ത് നമ്മൾ 1 ചാക്ക് സിമെൻറ്റ് എന്ന് പറയാം. ഈ ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. നമ്മൾ 1 കിലോ പഞ്ചസാര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കിലോക്ക് പറയുന്ന പേരാണെന്ത്? യൂണിറ്റ്. അതേപോലെ തന്നെ ഈ കോസ്റ്റിനെ നമ്മൾക്കൊരു യൂണിറ്റ് ബേസിൽ വിളിക്കാൻ പറ്റണം. അതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഡ്രൈവ്. ഈ റിപ്പയർ എന്ന് പറയുന്ന ഒരു കോസ്റ്റ് നിങ്ങൾക്ക് 1 lakh rupees ഇൻകർ ആയിട്ടില്ലേ? അതിന് നമ്മൾ എങ്ങനെയാണ് ആ റിപ്പയറിന് വരുന്ന ആൾക്ക് സാലറി കൊടുക്കുക? നമ്മൾ സ്വാഭാവികമായിട്ടും ഹവർലി ബേസിലല്ലേ കൊടുക്കുക? അയാൾ 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്കൂറിൻ്റെ കോസ്റ്റ് കൊടുക്കും. അയാൾ 2 hours റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറിൻ്റെ കോസ്റ്റേ കൊടുക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് റിപ്പയർ ഹവേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അയാൾക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ റിപ്പയറിന് വന്ന ആൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹവേഴ്സ് ആണ് കൺസിഡർ ചെയ്യുക. രണ്ടാമത് ഓർഡറിങ് കോസ്റ്റ് ആണ് ഇൻകർ ആയത്. നമ്മൾക്ക് എങ്ങനെയാണ് ഓർഡറിങ് കോസ്റ്റ് ഇൻകർ ആവുക? നമ്പർ ഓഫ് ഓർഡേഴ്സിനാണ് നമ്മൾക്ക് കോസ്റ്റ് ഇൻകർ ആവുക അല്ലേ? എത്ര നമ്പേഴ്സ് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് ഇൻകർ ആവും. 10 തവണ ഓർഡർ ചെയ്യുന്നതിനും 100 തവണ ഓർഡർ ചെയ്യുന്നതിനും കോസ്റ്റ് സെയിം ആയിരിക്കില്ല. അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവ് ആയിട്ട് കാണിക്കേണ്ടത്. നെക്സ്റ്റ് നമ്പർ ഓഫ് ഡെലിവറി ആണ് നമ്മൾ ഡെലിവറി കോസ്റ്റിനെ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവ് എന്ന് വിളിക്കുക. ഇനി ടോട്ടൽ കോസ്റ്റ് ഡ്രൈവ്. ടോട്ടൽ CD മീൻ ടോട്ടൽ കോസ്റ്റ് ഡ്രൈവ്. ടോട്ടൽ കോസ്റ്റ് ഡ്രൈവ് ഒന്നുമില്ല, ഇത് ഞാൻ അസ്യൂം ചെയ്യുന്ന ഫിഗറാണ്. എത്രയാണ്? 1 lakh hours ആണ് ടോട്ടൽ കോസ്റ്റ് ഡ്രൈവ് ഉള്ളത്. കോസ്റ്റ് ഡ്രൈവ് എന്താണ്? റിപ്പയർ ഹവേഴ്സ് അല്ലേ? യെസ്. എത്ര റിപ്പയർ ഹവേഴ്സ് ഉണ്ട്? 1 lakh റിപ്പയർ ഹവേഴ്സ് ആണ് ടോട്ടൽ നമ്മളെ കമ്പനി ഇൻകർ ആയത്. ഇനി നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് കോസ്റ്റ് ഡ്രൈവ്. എത്ര കോസ്റ്റ് ഡ്രൈവ് ഉണ്ട്? അങ്ങനെ 50,000 തവണ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് അസംഷൻ ഫിഗറാണ്. ഈ 50,000 എത്ര തവണ ഓർഡർ ചെയ്തിട്ടുണ്ട്? 50,000 ടൈംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 50,000 ടൈംസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 2 lakh rupees കോസ്റ്റ് ഇൻകർ ആയത്. ഈ 1 lakh ഹവേഴ്സ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 1 lakh rupees റിപ്പയർ കോസ്റ്റ് ഇൻകർ ആയത്. ലാസ്റ്റ് 4 lakh ടൈംസ് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് എൻ്റെ മെറ്റീരിയൽ. എത്ര ടൈംസ് ഡെലിവറി ചെയ്തത്? 4 lakh ടൈംസ്. ഈ 4 lakh ടൈംസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 2 lakh rupees ഡെലിവറി കോസ്റ്റ് ഇൻകർ ആയത്. ഇത്രയും ഡാറ്റ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് CDR ആണ്, കോസ്റ്റ് ഡ്രൈവ് റേറ്റ്. നമ്മളിവിടെ ഓവർ ഹെഡ് റേറ്റ് എന്നല്ല പറയാറുള്ളത്, അതിന് പകരം നമ്മൾ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ പറയുന്നത്? കോസ്റ്റ് ഡ്രൈവ് റേറ്റ്. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? മക്കളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് റിപ്പയറിന് കോസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് റിപ്പയർ കോസ്റ്റ് വരുന്നത് 1 lakh rupees ആണ്. അത് എത്ര മണിക്കൂറിനാണ്? 1 lakh ഹവേഴ്സിനാണ് ആ കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിന് വരുന്ന കോസ്റ്റ് എത്ര? സിമ്പിളാണ്. 1 lakh rupees ഡിവൈഡഡ് ബൈ എത്ര ഹവേഴ്സ് ആണ്? 1 lakh ഹവേഴ്സ്. ദാറ്റ് മീൻസ് 1 rupees പെർ ഹവർ ആണ് നിങ്ങൾക്ക് ഇൻകർ ആവുന്ന റിപ്പയർ കോസ്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഡ്രൈവ് റേറ്റ്. എന്താണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവ്? റിപ്പയർ ഹവേഴ്സ് അല്ലേ? എത്രയാണ് റേറ്റ്? 1 rupee. റിപ്പയർ ഹവേഴ്സിന് ഓരോ മണിക്കൂറിനും 1 rupeeയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇതാണ് കോസ്റ്റ് ഡ്രൈവ് റേറ്റ്. രണ്ടാമത്തെ ഐറ്റം എന്താണ്? ഓർഡറിങ് കോസ്റ്റ് ആണ്. എത്രയാണ് നമ്മൾക്ക് ഓർഡറിങ് കോസ്റ്റ് ഇൻകർ ആയത്? 2 lakh rupees. എത്ര തവണ ഓർഡർ ചെയ്യാനാണ് മക്കളെ ഈ 2 lakh rupees ഇൻകർ ആയത്? 50,000 ടൈംസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ കോസ്റ്റ് വരും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2 lakh rupees ഡിവൈഡഡ് ബൈ 50,000 അല്ലേ? 2 lakh rupees ഡിവൈഡഡ് ബൈ 50,000 എത്ര വന്നു? ഓരോ തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും 4 rupees ആണ് നമ്മൾക്ക് കോസ്റ്റ് വന്നത്. അഗ്രി? നെക്സ്റ്റ് ഡെലിവറി കോസ്റ്റ്. ഡെലിവറി കോസ്റ്റ് നിങ്ങൾക്ക് എത്ര രൂപയാണ് വന്നത്? 2 lakh rupees ആണ് നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത്. എത്ര തവണയാണ് നിങ്ങൾ ഡെലിവറി ചെയ്തത്? 4 lakh ടൈംസ് ആണ് നിങ്ങൾ ഡെലിവറി ചെയ്തത്. ദാറ്റ് മീൻസ്
ഒരു തവണ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്ന കോസ്റ്റ് 2 lakh ഡിവൈഡഡ് ബൈ 4 lakh ടൈംസ്, അതായത് 0.5 പെർ ഡെലിവറിയാണ് നിങ്ങൾക്ക് വന്ന കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഡ്രൈവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെയാണ്? ഒരു മണിക്കൂറിന് 1 rupees നമുക്ക് റിപ്പയർ കോസ്റ്റ് വരുന്നത്. ഒരു തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് 4 rupees ആണ്. ഒരു തവണ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് 0.5 rupees ആണ്. ഈ ചാർട്ടിന് വിളിക്കുന്ന പേരാണ് CDR ചാർട്ട്. ഇതിനാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണോ? ഇനി എങ്ങനെയാണ് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം? ശ്രദ്ധിക്കണേ. ഇൻ ദിസ് കേസ് പ്രൊഡക്റ്റ് എ റിക്വയർസ് ഓൺലി ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് ബി റിക്വയർസ് റിപ്പയർ കോസ്റ്റ്. ഇനിയുള്ള എക്സാമ്പിളിൽ നമുക്ക് 2 type ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് എ ആൻഡ് പ്രൊഡക്റ്റ് ബി. പ്രൊഡക്റ്റ് എക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ഓർഡറിംഗ് കോസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു ആക്ടിവിറ്റി മാത്രമേ പ്രൊഡക്റ്റ് എ ചെയ്യുന്നുള്ളൂ. പ്രൊഡക്റ്റ് ബി ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്? റിപ്പയർ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി മാത്രമാണ് പ്രൊഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൂ. എക്സാമ്പിളാണ്. സോ ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ എക്കും ബിക്കും ഇൻക്രീ ആയിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ എക്കും ബിക്കും ഇൻക്രീ ആയിട്ടുണ്ട്, പ്രൈം കോസ്റ്റ് ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞു ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിലും പ്രൈം കോസ്റ്റ് വരെ നമ്മുടെ ആൻസർ സെയിം ആയിരിക്കും അല്ലേ? സോ ഞാൻ സെയിം ആയിട്ട് കാണിച്ചു. നെക്സ്റ്റ് എന്താണ്? ഓവർ ഹെഡ് ആഡ് ചെയ്യണം. എന്താണ് ഓവർ ഹെഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്? ഓർഡറിംഗ് കോസ്റ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി അല്ലേ? പ്രൊഡക്റ്റ് എക്ക് ഇൻക്രീ ആവുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് ആണ്. അത് മാത്രമല്ല പ്രൊഡക്റ്റ് എക്ക് ഓൺലി ഓർഡറിംഗ് കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഓർഡറിംഗ് കോസ്റ്റ് മാത്രമേ ഇൻക്രീ ആവുന്നുള്ളൂ അല്ലേ? എത്ര തവണ ഓർഡർ ചെയ്യണം? 3 തവണയാണ് ഓർഡർ ചെയ്യുന്നത്. എക്സാമ്പിളാണ് 3 തവണയാണ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര കോസ്റ്റ് ഇൻക്രീ ആവും? നമ്മളിവിടെ കോസ്റ്റ് ഡ്രൈവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓർഡറിംഗ് കോസ്റ്റിന് ഓരോ തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും 4 rupees ആണ് കോസ്റ്റ് വരുന്നത് അല്ലേ? 4 rupees. എത്ര തവണയാണ് ഇവർ ഓർഡർ ചെയ്തത്? 3 times. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? 4 into 3 12 rupees ആണ് എക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ബിക്ക് എന്താണ് സംഭവിച്ചത്? ആൻഡ് പ്രൊഡക്റ്റ് ബി റിക്വയർസ് റിപ്പയർ കോസ്റ്റ്. പ്രൊഡക്റ്റ് ബിക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒന്നും വരുന്നില്ല. എന്ത് മാത്രമേ വരുന്നുള്ളൂ? റിപ്പയർ കോസ്റ്റ് മാത്രമേ ഇൻക്രീ ആവുന്നുള്ളൂ. സോ പ്രൊഡക്റ്റ് ബിയുടെ റിപ്പയർ കോസ്റ്റ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര രൂപയാണ് ഓരോ മണിക്കൂറിനും റിപ്പയർ കോസ്റ്റ് വരുന്നത് നോക്കിയേ. 1 rupees per hour എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മണിക്കൂർ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 1 rupees കോസ്റ്റ് ഇൻക്രീ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറാണ് റിപ്പയർ ചെയ്തത് നോക്കിയേ. 30 മണിക്കൂറാണ് ഇങ്ങനെ റിപ്പയർ ചെയ്തത്. സോ 1 into 30 rupees ആണ് നമ്മൾക്ക് ഇൻക്രീ ആവുന്ന കോസ്റ്റ് ഫോർ പ്രൊഡക്റ്റ് ബി. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര എക്ക് വന്നത്? 12 rupees മാത്രമല്ലേ വന്നിട്ടുള്ളൂ? 12 rupees. ബിക്കോ 30 rupees ആണ് കോസ്റ്റ് വന്നത്. ഞാൻ 30 rupees കാണിച്ചു. ആൻസർ ഇസ് കംപ്ലീറ്റഡ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിളും കൂടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇൻ ദിസ് കേസ് ഓർഡറിംഗ് ആൻഡ് ഡെലിവറി റിക്വയർസ് ഫോർ പ്രൊഡക്റ്റ് എ. ഇപ്പോൾ പ്രൊഡക്റ്റ് എക്ക് 2 type ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്രീ ആവുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓർഡറിംഗ് കോസ്റ്റും ഇൻക്രീ ആവുന്നുണ്ട്, ഡെലിവറി കോസ്റ്റും ഇൻക്രീ ആവുന്നുണ്ട്. സോ ഞാൻ പ്രൈം കോസ്റ്റ് കാണിച്ചു. പ്രൈം കോസ്റ്റ് വരെ സെയിം ആണല്ലോ പ്രൊഡക്റ്റ് എക്ക്. യെസ്. ശേഷം വരുന്ന ഓവർ ഹെഡ് ഏതൊക്കെ കാണിക്കണം? 2 type ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. ആദ്യം ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും 4 rupees ആണ് കോസ്റ്റ് വരുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ 3 തവണയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതോടുകൂടെ 12 rupees. അതുമാത്രമല്ല ഡെലിവറി കോസ്റ്റും കൂടി ഇൻക്രീ ആവുന്നുണ്ട്. എത്രയാണ് നമ്മുടെ ഡെലിവറി കോസ്റ്റ് നോക്കിയേ. ഡെലിവറി കോസ്റ്റ് ഓരോ തവണ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടും 0.5 rupees per ഡെലിവറി നമ്മൾക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഇവർ എത്ര തവണ മക്കളെ ഡെലിവറി ചെയ്തിരിക്കുന്നത്? ഇവർ 100 times ആണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 into 0.5 50 rupees ആണ് നമുക്ക് കോസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? 12 rupees ഫോർ ഓർഡറിംഗ്, 50 rupees ഫോർ ഡെലിവറി. ടോട്ടൽ കോസ്റ്റ് 62 rupees ആണ്. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലേക്ക് ഒന്നുകൂടെ വന്നേ. അവിടെ എത്രയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വന്നത്? നമ്മുടെ എക്സാമ്പിളിൽ 50 രൂപയാണ് കോസ്റ്റ് വന്നത്. എന്താ അതിൻ്റെ റീസൺ? ഇവർ ആക്ടിവിറ്റീസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഇവരെന്ത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ? ഹവേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് കിട്ടിയ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 50 രൂപയാണ്. ഫോർ എക്സാമ്പിൾ ഇവരെന്ത് ചെയ്യുന്നു? ഒരു 10% ആണ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും? 50 രൂപയാണ് ഇവരുടെ ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഒരു 10% പ്രോഫിറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ 55 രൂപയല്ലേ ഇവരുടെ 50 + 10%
55 രൂപയായിരിക്കും ഇവരുടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ അല്ലേ. ആക്ച്വലി ഇവർക്ക് വന്ന കോസ്റ്റ് എത്രയാണ് മക്കളെ? 62 രൂപ ഇവർക്ക് കോസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. 55 രൂപ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവർ ലോസ് ആയി പോവും അല്ലേ. ആക്ച്വലി ഇവരെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത്? 62 + 10% ആണ് ഇവർ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇവർ പ്രോഫിറ്റബിൾ ആവുള്ളൂ, അപ്പോഴാണ് കറക്റ്റ് സെല്ലിംഗ് പ്രൈസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഓവർ ഹെഡ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്തായി പോവും? നമ്മുടെ പ്രോഫിറ്റ് എന്തായി പോവും? ഡിക്രീസ് ആയി പോവും, അല്ലെങ്കിൽ നമ്മൾ ലോസിലായി പോവും. അതിനാണ് നമ്മൾ അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ കോപ്പി ചെയ്തോ, ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ഏരിയ ആവശ്യമുള്ളവർക്ക് ഈ എക്സാമ്പിളും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഫസ്റ്റ് ഏരിയ സെക്കൻഡ് തേർഡ് ഫോർത്ത് നെക്സ്റ്റ് ലാസ്റ്റ്. Then go with the question number 5. Textbook question ആണ്, ഒരു basic question ആണ്. Question number 5. Your cost controller is not happy about the existing system of charging overhead to its product A and B. You have been newly appointed as a management accountant of the company and you are asked to implement the ABC costing for allocation of overhead to the product. You have identified the following activities, budgeted cost and activity consumption cost drivers as follows. ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? എഞ്ചിനീയറിംഗ് കോസ്റ്റ്, സെറ്റപ്പ് കോസ്റ്റ്, മെഷീൻ ഓപ്പറേഷൻ കോസ്റ്റ്, പാക്കിംഗ് കോസ്റ്റ്. ഓരോന്നിൻ്റെയും ബഡ്ജറ്റഡ് കോസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി കൺസംഷൻ കോസ്റ്റ് ഡ്രൈവ്. കോസ്റ്റ് ഡ്രൈവ് എന്തായിരുന്നു മക്കളെ? കോസ്റ്റ് യൂണിറ്റ് മറന്നിട്ടില്ലല്ലോ. റിപ്പയർ ആണെങ്കിൽ റിപ്പയർ ഹവേഴ്സ് ആണ് കോസ്റ്റ് ഡ്രൈവ് അല്ലേ. ഇവിടെ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഡ്രൈവ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗിൻ്റെ കോസ്റ്റ് ഡ്രൈവ് എഞ്ചിനീയറിംഗ് ഹവേഴ്സ് ആണ്. ഓക്കെ. സെറ്റപ്പിന് നമ്പർ ഓഫ് സെറ്റപ്പ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മെഷീൻ ഓപ്പറേഷൻസിന് മെഷീൻ ഹവേഴ്സ് ആണ്. പാക്കിങ്ങിന് നമ്പർ ഓഫ് പാക്കിംഗ് ഓർഡേഴ്സ് ആണ്. You have also gathered the following operating data pertaining to each of its products. Particular engineering hours. Product എക്ക് എത്രയാണ്? 5000. Product ബിക്ക് 7500. ടോട്ടൽ 12500. നമ്പർ ഓഫ് സെറ്റപ്പ് 200 ആണ് പ്രൊഡക്റ്റ് എക്ക്, ബിക്ക് 100. ടോട്ടൽ എത്രയാണ്? 200 + 100 എത്രയാണ്? 300. മെഷീൻ ഹവേഴ്സ് ടോട്ടൽ 50,000 മെഷീൻ ഹവേഴ്സ് ഉണ്ട് പ്രൊഡക്റ്റ് എക്ക്, ബിക്ക് എത്രയാണ്? 1 lakh ഹവേഴ്സ് ഉണ്ട്. എക്കും ബിക്കും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,50,000 ഹവേഴ്സ്. നമ്പർ ഓഫ് പാക്കിംഗ് നമ്പേഴ്സ് ഓർഡേഴ്സ് 5,000 for A, 10,000 for B, total 15,000. You are now required to provide with necessary calculations and relevant information in the form of a product report to the cost controller about the allocation of overhead cost to the product. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ആൻസർ ചെയ്തിരിക്കുന്നത് CDR കാൽക്കുലേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ അത് അത്ര സ്പെസിഫൈഡ് അല്ല, പക്ഷേ ആൻസർ ചെയ്തിരിക്കുന്നത് CDR മാത്രമാണ്. അതിന് ശേഷമുള്ള കാൽക്കുലേഷൻ ഒന്നും ചെയ്തിട്ടില്ല. സോ നമ്മളും അത് മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് CDR കംപ്ലീറ്റ് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് CDR. ആദ്യം നമ്മൾ ആക്ടിവിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ? ഇതല്ലേ നമ്മുടെ ആക്ടിവിറ്റീസ്. ഞാൻ ഇത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്തു. എഞ്ചിനീയറിംഗ്, സെറ്റപ്പ്, മെഷീന്, പാക്കിംഗ്. അത് നേരെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ചാർട്ട് എന്താണ്? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ എത്രയാണ് നമ്മൾ കോസ്റ്റ്? അത് ഇവിടെ ഉണ്ട്. നേരെ അത് നമുക്ക് കോപ്പി ചെയ്താൽ മതി. 1,25,000, 3 lakh, 15 lakh, 75,000, ടോട്ടൽ 20 lakh. ഞാൻ ആ ഡാറ്റ ഇങ്ങോട്ട് നേരെ കോപ്പി ചെയ്തു. നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് ഡ്രൈവർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഇതല്ലേ ഡാറ്റ? കോസ്റ്റ് ഡ്രൈവർ, എഞ്ചിനീയറിംഗ് ഹവേഴ്സ്, സെറ്റപ്പ്, നമ്പർ ഓഫ് സെറ്റപ്പ്, മെഷീൻ ഹവേഴ്സ്, നമ്പർ ഓഫ് പാക്കിംഗ് ഓർഡേഴ്സ്. അത് ഞാൻ നേരെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു.
ഇനി ടോട്ടൽ ഡ്രൈവർ കിട്ടണം. അതായത് ഇപ്പോൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞല്ലോ, എത്ര എഞ്ചിനീയറിംഗ് ഹവേഴ്സ് എന്ന് അറിയാൻ പറ്റണം. നമ്പർ ഓഫ് സെറ്റപ്പ് പറഞ്ഞല്ലോ, എത്ര നമ്പർ ഓഫ് സെറ്റപ്പ് എന്ന് അറിയാൻ പറ്റണം. അതും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. നോക്കിയേ, എഞ്ചിനീയറിംഗ് ഹവേഴ്സ് പ്രൊഡക്റ്റ് എൻ്റെയും ബീൻ്റെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടേണ്ട ടോട്ടലാണ്. കമ്പനിക്ക് ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതാണ്. അതെത്രയാണ്? 12,500. അതിൻ്റെ റീസൺ എന്താ മക്കളെ? ഈ എഞ്ചിനീയറിംഗ് കോസ്റ്റിൽ, ഈ പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് കോസ്റ്റ് 1,25,000 റുപ്പീസ്. ഇത് പ്രൊഡക്റ്റ് എക്ക് മാത്രം വന്ന കോസ്റ്റ് ആണോ? അല്ല. പ്രൊഡക്റ്റ് ബിക്ക് മാത്രം വന്ന കോസ്റ്റ് ആണോ? അല്ല. പ്രൊഡക്റ്റ് എയും ബിയും അടങ്ങുന്ന നമ്മളെ കമ്പനിക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് ആണ്. അല്ലേ? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്തും നമ്മളെ കമ്പനിയുടെ ടോട്ടൽ എഞ്ചിനീയറിംഗ് ഹവേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് ഒരു മണിക്കൂറിന് എത്രയാണ് എഞ്ചിനീയറിംഗ് കോസ്റ്റ് വരിക എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഹവേഴ്സായ 12,500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡാറ്റ നേരെ അങ്ങോട്ട് കോപ്പി ചെയ്തുന്നു. 12,500, 300, 1,50,000, 15,000. ഇതല്ലേ നമ്മളെ കോസ്റ്റ് ഡ്രൈവ് ഹവേഴ്സ്. അത് നേരെ അങ്ങോട്ട് മാറ്റിയത്. ഇനി എന്താണ്? CDR കണ്ടുപിടിക്കണം. അതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് മക്കളെ. നമ്മൾക്ക് എത്രയാണ് എഞ്ചിനീയറിംഗ് കോസ്റ്റ് വന്നത്? 1,25,000 ആണ് അല്ലേ? അത് എത്ര മണിക്കൂർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 12,500. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1,25,000 റുപ്പീസ് ആണ് നമ്മൾക്ക് വന്നത്. എത്ര മണിക്കൂറിനാണ്? 12,500 ഹവേഴ്സിന്. 10 റുപ്പീസ് പെർ എഞ്ചിനീയറിംഗ് ഹവേഴ്സ് ആണ് നമ്മുടെ CDR അല്ലേ? രണ്ടാമത് സെറ്റപ്പ് കോസ്റ്റ്. ടോട്ടൽ ഇൻകർ ആയത് 3 lakh റുപ്പീസ് ആണ്. എത്ര തവണയാണ് മക്കളെ സെറ്റപ്പ് ചെയ്യാനുള്ളത് നമ്മളെ കമ്പനി? 300 ടൈംസ് ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. സോ 3 lakh ഡിവൈഡഡ് ബൈ 300. ഇതല്ലേ നമ്മുടെ ആൻസർ. ദാറ്റ് മീൻസ് 1000 പെർ സെറ്റപ്പ്. ഓരോ തവണ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും 1000 റുപ്പീസ് ആണ് കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ്, മെഷീൻ ഓപ്പറേഷൻസ്. മെഷീൻ ഓപ്പറേഷൻസ് 15 lakh റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് വന്നത്. മെഷീൻ ഓപ്പറേഷൻസിൻ്റെ എന്താണ് ഡ്രൈവറാക്കി എടുത്തത്? മെഷീൻ ഹവേഴ്സ് ആണ്. എത്ര മെഷീൻ ഹവേഴ്സ് ഉണ്ട്? 1,50,000. സോ 15 lakh ഡിവൈഡഡ് ബൈ 1,50,000 ചെയ്ത് കഴിഞ്ഞാൽ 10 റുപ്പീസ് പെർ ഹവേഴ്സ് ആണ് നമ്മുടെ കോസ്റ്റ് അല്ലേ? ലാസ്റ്റ് വൺ, പാക്കിംഗ്. 75,000 റുപ്പീസ് ആണ് കോസ്റ്റ് വന്നത്. എത്ര തവണയാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്? 15,000. ഓർഡർ കൊടുക്കുന്ന സമയത്തല്ലേ പാക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ? യെസ്. സോ 75,000 ഡിവൈഡഡ് ബൈ 15,000, 5 റുപ്പീസ് പെർ പാക്ക്. ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ചെയ്തിട്ടുള്ളൂ. സോ നമ്മളും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ദെൻ ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ABC company manufacture 4 product A, B and C, D. A, B, C and D. Using the same manufacturing process, the following data are available relating to a production period. ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ്? A, B, C, D. വോളിയം, എത്ര യൂണിറ്റ് ആണ് ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. A 500 യൂണിറ്റ് ആണ്, B 5,000, C 6,000, D 7,000. ഇത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എക്ക് എത്രയാണ്? 5 റുപ്പീസ്, ബിക്ക് 5 റുപ്പീസ്, സിക്ക് 16 റുപ്പീസ്, ഡിക്ക് 17 റുപ്പീസ്. ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് പെർ യൂണിറ്റ്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും എത്ര ലേബർ ഹവേഴ്സ് ആവശ്യമുണ്ട്? എക്ക് 0.5, ബിക്ക് 0.5, സിക്ക് 2 ഹവേഴ്സ്, ഡിക്ക് 2.5 ഹവേഴ്സ്. മെഷീൻ ടൈം പെർ യൂണിറ്റ്. അതായത് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും എത്ര മെഷീൻ ഹവേഴ്സ് ആവശ്യമുണ്ട്? 1/4 ഹവർ, അതായത് 25% ആണ് 15 മിനിറ്റ് ആണ് ഏക്ക് ആവശ്യമുള്ളത്. 15 മിനിറ്റ്, അതായത് 60 മിനിറ്റിനെ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ബിക്ക് എത്രയാണ്? 1/4 ഹവേഴ്സ്, സിക്ക് 1 ഹവർ, ഡിക്ക് 1.5 ഹവർ. ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? ലേബർ കോസ്റ്റ് വരുന്നത് 3 റുപ്പീസ് പെർ യൂണിറ്റ് എക്ക്, 3 റുപ്പീസ് ഫോർ ബി, 12 റുപ്പീസ് ഫോർ സി, 9 റുപ്പീസ് ഫോർ ഡി. ഇത്രയും ഡാറ്റ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ? ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ആർ ആസ് അണ്ടർ. ഓവർഹെഡ് കോസ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. മെഷീൻ റിലേറ്റഡ് കോസ്റ്റ് 37,749, സെറ്റപ്പ് കോസ്റ്റ് 4,250, ഓർഡറിംഗ് കോസ്റ്റ് 1,920, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് 7,560, സ്പെയർ പാർട്സ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് 8,400. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ ഓവർഹെഡ് എത്ര വന്നിട്ടുണ്ട്? 59,879. The company absorbs factory overheads to the product by machine hour rate method, and the hourly rate per machine hour is
4.8. എത്രയാണ് ഹവർലി റേറ്റ്? 4.8 റുപ്പീസ് ആണ് നമുക്ക് വരുന്ന കോസ്റ്റ്. ദ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ എസ് അണ്ടർ. എക്ക് എത്രയാണ് ഓവർ ഹെഡ് കോസ്റ്റ് വരുന്നത്? 1.2 റുപ്പീസ്, ബിക്ക് 1.2 റുപ്പീസ്, സിക്ക് 4.8, ഡിക്ക് 7.2. എന്താണ് ഈ കോസ്റ്റ്? സാധാരണ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ദ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ആർ എസ് അണ്ടർ. ഓവർ ഹെഡ് കോസ്റ്റ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? എക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.2 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്, ബിക്കോ 1.2 റുപ്പീസ് ആണ്, സിക്ക് 4.8, ഡിക്ക് 7.2. അപ്പോൾ ഇതെന്താണ്? ഇത് ട്രഡീഷണൽ മെത്തേഡാണ്. ട്രഡീഷണൽ മെത്തേഡിന്റെ ഡാറ്റ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ദ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആക്ടിവിറ്റീസ് ഫോർ ദ പീരിയഡ് റിവീൽ ദ ഫോളോവിങ്. പ്രൊഡക്റ്റ് ABCD. നമ്പർ ഓഫ് സെറ്റപ്പ്. ഇത് നമ്മൾക്ക് ABC ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. നോക്കിയേ, നമ്പർ ഓഫ് സെറ്റപ്പ്. എ എത്ര തവണ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്? 1 ടൈം ആണ്. ബി 6 തവണ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സി 2 ടൈംസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഡി 8 ടൈംസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡേഴ്സോ എ 1 ടൈം, ബി 4 ടൈം, സി 1 ടൈം, ഡി 4 ടൈം. നമ്പർ ഓഫ് ടൈംസ് മെറ്റീരിയൽ ഹാൻഡിൽഡ് എത്രയാണ്? എ 2 ടൈംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, ബി 10 ടൈംസ്, സി 3 ടൈംസ്, ഡി 12 ടൈംസ്. നമ്പർ ഓഫ് സ്പെയർ പാർട്സ് എ 2 ടൈംസ്, ബി 5 ടൈംസ്, സി 1 ടൈം, ഡി 4 ടൈം. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓവർ ഹെഡ് കോസ്റ്റ് ഫോർ ഓൾ ദ പ്രൊഡക്ട്സ് ബൈ യൂസിങ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആൻഡ് കമ്പയർ ദ റിസൾട്ട് വിത്ത് ട്രഡീഷണൽ കോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലും കംപ്ലീറ്റ് ചെയ്യണം, ABC മെത്തേഡിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തോട്ടെ. ആദ്യം നമ്മൾക്ക് ട്രഡീഷണൽ മെത്തേഡിൽ കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയാണത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രഡീഷണൽ മെത്തേഡ് കോസ്റ്റ്. ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്? പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി, പ്രൊഡക്റ്റ് സി, പ്രൊഡക്റ്റ് ഡി. 4 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കോസ്റ്റ് ഷീറ്റ് എല്ലാവർക്കും അറിയുന്നതല്ലേ? യെസ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് 5, 5, 16, 17. ഇതല്ലേ എക്കും ബിക്കും സിക്കും ഡിക്കും വന്നത്? ആ എമൗണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. 5, 5, 16, 17. ക്ലിയർ? ക്ലിയർ. നെക്സ്റ്റ് എന്താണ്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. 3, 3, 12, 9. എക്കും ബിക്കും സിക്കും ഡിക്കും അതേപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. 3, 3, 12, 9. എ ബി സി ഡി. ഈ 2 ടൈപ്പാണ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടുള്ളത്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടും. 5 + 3 എത്രയാണ്? 8. 5 + 3 എത്രയാണ്? 8. 16 + 12 എത്രയാണ്? 28. 17 + 9 എത്രയാണ്? 26. അതോടുകൂടെ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി എന്താണ്? ആഡ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കംപ്ലീറ്റ് ആയി അല്ലേ? പ്രൈം കോസ്റ്റ് പ്ലസ് എത്രയ്ക്ക് ഓവർ ഹെഡ് ഉണ്ടോ എല്ലാ ഓവർ ഹെഡ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഓവർ ഹെഡിന്റെ ഡാറ്റ ഇപ്പുറത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നോക്കിയേ. ദ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ ആസ് അണ്ടർ. എക്ക് എത്രയാണ് വന്നത്? 1.2. എക്ക് 1.2, ബിക്ക് 1.2, സിക്ക് 4.8, ഡിക്ക് 7.2. അതായത് ട്രഡീഷണൽ മെത്തേഡിലെ ഓവർ ഹെഡ് റേറ്റ് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഞാൻ നേരെ അങ്ങോട്ട് കോപ്പി ചെയ്തു. 1.2, 1.2, 4.8, 7.2. അതോടുകൂടെ ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്തു. പ്രൈം കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? 9.2 കിട്ടി. ഇപ്പുറത്തോ 8 + 1.2, 9.2. ഇവിടെയോ ടോട്ടൽ പ്രൈം കോസ്റ്റ് 28 ആണ്, ഓവർ ഹെഡ് 4.8 ആണ്, 32.8. ലാസ്റ്റ് വൺ 26 + 7.2, 33.2. ഇതോടുകൂടെ അണ്ടർ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് നോ ഇഷ്യൂ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിളാണ്. പക്ഷേ ഇനി നമ്മൾ എങ്ങനെയാണ് അണ്ടർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം? അവിടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അതിന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യം എന്ത് കംപ്ലീറ്റ് ചെയ്യണം മക്കളെ? CDR കംപ്ലീറ്റ് ചെയ്യണം. അതിനാണ് പകുതി മാർക്ക് അല്ലേ? സോ കമ്പ്യൂട്ടേഷൻ ഓഫ് CDR. എന്തായിരുന്നു മക്കളെ പാറ്റേൺ? ആദ്യം നമ്മൾ ആക്ടിവിറ്റി എല്ലാം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എവിടുന്ന നമുക്ക് ആക്ടിവിറ്റി കിട്ടുക? നോക്കിയേ, ഇതല്ലേ നമ്മുടെ ആക്ടിവിറ്റീസ്. ഇത്രയും ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഈ കോസ്റ്റ് ഒക്കെ നമ്മൾക്ക് ഇൻകർ ആയിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? മെഷീൻ റിലേറ്റഡ് കോസ്റ്റ്, സെറ്റപ്പ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ്, മെറ്റീരിയൽ, സ്പെയർ പാർട്സ്, ഈ പറയുന്ന കോസ്റ്റ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് നേരെ കോപ്പി ചെയ്തു. ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റി. യെസ്. ഇനി കോസ്റ്റ് ആണ് അപ്പുറത്ത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല. മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് എത്ര വന്നു? 37,000.
749. സെറ്റപ്പ് കോസ്റ്റ് എത്ര വന്നു? 4250. ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണ്? 1920. ഈ പറയുന്ന എക്സ്പെൻസസും അതേപോലെ അങ്ങോട്ട് കോപ്പി ചെയ്യണം. നത്തിങ് മോർ. ഞാനിതാ ആ എമൗണ്ട് നേരെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനിയോ ഡ്രൈവർ കണ്ടുപിടിക്കണം. ഡ്രൈവർ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണോ? അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം മനസ്സിലാക്കണം ഏതാണ് ഡ്രൈവർ എന്നുള്ളത്. ഇല്ല, ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കണം ഏതൊക്കെയായിരിക്കും ഡ്രൈവ് എന്നുള്ളത്. ഞാൻ പറയട്ടെ, മെഷീൻ റിലേറ്റഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സ്വാഭാവികമായിട്ടും മെഷീൻ ഹവർ ബേസിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ മെഷീൻ ഹവേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? യെസ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? മെഷീൻ ഹവേഴ്സ് ആണ് ഡ്രൈവ് ആക്കി എടുത്തിട്ടുള്ളത്. അടുത്തത് എന്താണ്? സെറ്റപ്പ് കോസ്റ്റ് ആണ്. സെറ്റപ്പ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എന്താണ് ഈ സെറ്റപ്പ് കോസ്റ്റ്? സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു CMA ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണേഴ്സ് നമ്മുടെ റൂംസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറിയൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് സെറ്റപ്പ് ചെയ്യും നമ്മുടെ ബാച്ചിന് വേണ്ടിയിട്ട്. ഇതിനാണ് സെറ്റപ്പ് എന്ന് വിളിക്കുക. ആക്ച്വലി ഈ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ് ആണ് സെറ്റപ്പ് കോസ്റ്റ്. ഇത് എല്ലാ ദിവസവും ഇൻകർ ആവുന്ന കോസ്റ്റ് ആണോ? അല്ല, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇൻകർ ആവുള്ളൂ. ഇനി അടുത്ത ബാച്ചിലെ ഈ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ അല്ലേ? ഇതിനാണ് സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് ബേസിക്കലി നമ്പർ ഓഫ് സെറ്റപ്പിനനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് കൊടുക്കുക അല്ലേ? സോ നോക്കിയേ, ഇവിടെ അത് നമ്പർ ഓഫ് സെറ്റപ്പ് വരെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സെറ്റപ്പ് കോസ്റ്റ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെറ്റപ്പ്. അടുത്ത കോസ്റ്റ് എന്താണ്? അടുത്ത കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഡറിംഗ് കോസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബേസിക്കൽ നോളജ് ഉണ്ടായിരിക്കണം ഏതൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അധിക സമയത്തും എക്സാമിന് കൊടുക്കാറുണ്ട്, ചില സമയത്ത് എക്സാമിന് ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്. നമ്മൾക്കിവിടെ നോക്കിയേ, നമ്പർ ഓഫ് ടൈംസ് മെറ്റീരിയൽ ഹാൻഡിൽഡ് എന്ന് കണ്ട അത് അതിനാവശ്യമുള്ള ഡ്രൈവ് ആണ്. സോ നമ്മൾ നേരെ കോപ്പി ചെയ്യാം. നമ്പർ ഓഫ് ടൈംസ് മെറ്റീരിയൽ ഹാൻഡിൽഡ് എന്നുള്ളത് നമ്പർ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ്. ലാസ്റ്റ് വൺ സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സ് എന്താണ് പറഞ്ഞത് നോക്കിയേ? സ്പെയർ പാർട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്. നോക്കിയേ, നമ്പർ ഓഫ് സ്പെയർ പാർട്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് സ്പെയർ പാർട്സ് നേരെ കോസ്റ്റ് ഡ്രൈവ് ആയിട്ട് കാണിക്കുന്നു. ഇതോടുകൂടെ ഡ്രൈവർ കംപ്ലീറ്റ് ആയി. ഇനി എന്താണ് ആവശ്യമുള്ളത്? ടോട്ടൽ ഡ്രൈവ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ ഫസ്റ്റ് ആയിട്ട് ഏതാണ്? മെഷീൻ ഹവേഴ്സ്. എത്രയാണ് ടോട്ടൽ നമ്മുടെ കമ്പനിയുടെ മെഷീൻ ഹവേഴ്സ്? ഇത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ നല്ലപോലെ ശ്രദ്ധിച്ച് എവിടെയെങ്കിലും ആ ഡാറ്റ അവൈലബിൾ ആണോ? ഇവിടെ ഒന്നും മെഷീൻ ഹവേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ നമ്പർ ഓഫ് സെറ്റപ്പ് ഉണ്ട്, നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ് ഉണ്ട്, നമ്പർ ഓഫ് സ്പെയർ പാർട്സ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ എവിടെയും മെഷീൻ ഹവേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. ഫസ്റ്റ് പേജിലേക്ക് വന്നേ. ഇവിടെ അവൈലബിൾ ആണോ? ഇവിടെ ഉണ്ടോ? ഇവിടെ വോളി ഉണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ലേബർ യൂണിറ്റ് ഉണ്ട്, മെഷീൻ ടൈം പെർ യൂണിറ്റ്, ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്. നോക്കിയേ, മെഷീൻ ടൈം പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നോക്കിയേ, മെഷീൻ ടൈം പെർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.4 ഹവേഴ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.4 ഹവേഴ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എത്ര യൂണിറ്റ് ആണ് മക്കളെ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 500 യൂണിറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു കാര്യം ചെയ്തൂടെ? 1/4 ഹവേഴ്സ് ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻറ്റു എ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 500 യൂണിറ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെഷീൻ ഹവേഴ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തെന്ന് കിട്ടില്ലേ? യെസ്, അതാണ് ഞാനിവിടെ ആൻസർ കാണിച്ചിരിക്കുന്നത്. 500 യൂണിറ്റ് ഇൻറ്റു, ജസ്റ്റ് എ സെക്കൻഡ്, യെസ്, 500 യൂണിറ്റ് ഇൻറ്റു 0.25. എന്താ ഈ 0.25? 1/4 നമ്മൾക്ക് വേണമെങ്കിൽ 0.25 എന്ന് വിളിക്കാം അല്ലേ? സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എക്ക് ആവശ്യമുള്ള ടോട്ടൽ ഹവേഴ്സിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എത്ര കിട്ടി? 500 ഇൻറ്റു 0.25, 125 ഹവേഴ്സ് ആണ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള മെഷീൻ ഹവേഴ്സ്. അതേപോലെ ബിയും കണ്ടുപിടിക്കണ്ടേ? ബി എങ്ങനെ കണ്ടുപിടിക്കുക? ബി ടോട്ടലി 5000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് എത്ര ഹവേഴ്സ് വേണം? 1/4 ഹവേഴ്സ് അല്ലെങ്കിൽ 0.25 ഹവേഴ്സ്. വീണ്ടും നമ്മൾ ബിയുടേത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 5000 ഇൻറ്റു 0.25.
5000 ഇൻറ്റു 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1250 ഹവേഴ്സ്. അപ്പോൾ ബിക്ക് എത്ര ഹവേഴ്സ് വേണം? 1250 ഹവേഴ്സ് വേണം. ഇനി സിക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സി 600 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ മെഷീൻ ഹവേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ 600 ഇൻറ്റു 1 ഹവർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 600 ഹവേഴ്സ് കിട്ടി. സിക്ക് ആവശ്യമുള്ള ഹവേഴ്സും കണ്ടുപിടിച്ചു. ഫൈനലി ഡിക്കുള്ളതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മെഷീൻ ഹവേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എത്രയാണ് ഡിയുടെ ടോട്ടൽ ഹവേഴ്സ്? യൂണിറ്റ്സ് 7000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 7000 ഇൻറ്റു ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 1.5 ഹവേഴ്സ് അല്ലേ? 7000 ഇൻറ്റു 1.5 ഹവേഴ്സ് എത്ര കിട്ടി? 10,500 ഹവേഴ്സ്. ഈ 4 ഹവേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കമ്പനി ടോട്ടൽ എത്ര മെഷീൻ ഹവേഴ്സ് ആണ് കൺസ്യൂം ചെയ്തെന്നുള്ളത്. എത്ര കിട്ടി? 125 പ്ലസ് 1250 പ്ലസ് 600 പ്ലസ് 10,500 12,475 ഹവേഴ്സ് ആണ് എക്കും ബിക്കും സിക്കും ഡിക്കും കൂടെ നമ്മളെ കമ്പനി ടോട്ടൽ മെഷീൻ ഹവേഴ്സ് കൺസ്യൂം ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതാണ് ഞാൻ നേരെ ഇങ്ങോട്ട് മാറ്റി എഴുതിയ ഈ 12,475. ഇതല്ലേ നമ്മുടെ ടോട്ടൽ ഡ്രൈവ് മെഷീൻ ഹവേഴ്സ്. എത്ര ഹവേഴ്സ് ആണ് നമ്മൾ കമ്പനി റൺ ചെയ്തത്? 12,475. ക്ലിയർ ആണോ? ഇനി അടുത്ത ഡ്രൈവിലേക്ക് പോവാം. നമ്പർ ഓഫ് സെറ്റപ്പ് ആണ് നമ്മുടെ അടുത്ത ഡ്രൈവ്. എത്ര തവണ നമ്മൾ കമ്പനി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്? വെരി സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ അവൈലബിൾ ആണോ? ഓക്കെ, നമ്പർ ഓഫ് സെറ്റപ്പ്. എ എത്ര തവണ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്? 1 ടൈം. ബിയോ 6 ടൈം. സി 2 ടൈം. ഡി 8 ടൈം. ടോട്ടൽ എത്ര ടൈംസ് ആയിരിക്കും? 1 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 8. എത്ര നമ്മൾക്ക് ആൻസർ കിട്ടിയത്? 17 ടൈംസ് ആണ് ടോട്ടൽ നമ്മുടെ കമ്പനി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് സെറ്റപ്പ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓർഡറിങ് കോസ്റ്റ്. നമ്മുടെ കമ്പനി എത്ര ടൈംസ് ആണ് ടോട്ടൽ ഓർഡർ ചെയ്തത്? നോക്കിയേ, നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡർ. എ 1 ടൈം പ്ലസ് ബി 4 ടൈം പ്ലസ് സി 1 ടൈം പ്ലസ് ഡി 4 ടൈംസ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 10 ടൈംസ് ആണ് നമ്മുടെ കമ്പനി ടോട്ടലി ഓർഡർ ചെയ്തത് അല്ലേ? നെക്സ്റ്റ് വൺ മെറ്റീരിയൽ ഹാൻഡിൽഡ്. മെറ്റീരിയൽ ഹാൻഡിൽഡ് എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ്. എ 2 ടൈംസ് പ്ലസ് ബി 10 ടൈംസ് പ്ലസ് സി 3 ടൈം പ്ലസ് ഡി 12 ടൈംസ്. ടോട്ടൽ എത്ര ടൈംസ് ആയി? 27 ടൈംസ് ആണ് മെറ്റീരിയൽ ഹാൻഡിൽഡ് ഉള്ളത്. ലാസ്റ്റ് വൺ സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. നമ്പർ ഓഫ് സ്പെയർ പാർട്സ് 2 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 4. എന്തിനാണ് ഇത് ടോട്ടൽ ചെയ്യുന്നത്? അപ്പോഴാണ് നമ്മളെ കമ്പനി ടോട്ടൽ എത്ര തവണയാണ് സ്പെയർ പാർട്സ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഈ പറഞ്ഞിരിക്കുന്ന സ്പെയർ പാർട്സിന്റെ കോസ്റ്റ് ഇല്ലേ 8,400, ഇത് പ്രൊഡക്റ്റ് എക്ക് മാത്രം വന്ന കോസ്റ്റ് ആണോ? അല്ല. പ്രൊഡക്റ്റ് ബിക്ക് മാത്രം വന്ന കോസ്റ്റ് ആണോ? അല്ല. സിക്ക് മാത്രം വന്നതാണോ? അല്ല. എക്കും ബിക്കും സിക്കും ഡിക്കും കൂടെ വന്ന ടോട്ടൽ കോസ്റ്റ് ആണ് ഈ 8,400 റുപ്പീസ്. അപ്പോൾ നമ്മുടെ കമ്പനി ടോട്ടൽ ഈ എത്ര തവണയാണ് സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് യൂസ് ചെയ്തതെന്ന് അറിയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ എക്കും ബിക്കും സിക്കും ഡിക്കും കൂടെയുള്ള ടോട്ടൽ സ്പെയർ പാർട്സിന്റെ എണ്ണം ആഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടി? 12 ആണ് നമ്മുടെ എണ്ണം. ക്ലിയർ അല്ലേ? അതോടുകൂടെ നമ്മൾക്ക് ടോട്ടൽ ഡ്രൈവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി ലാസ്റ്റ് മെത്തേഡാണ് CDR. നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്ങനെയാണ് CDR കണ്ടുപിടിക്കുക? CDR കണ്ടുപിടിക്കാൻ നമ്മൾക്ക് വന്ന മെഷീൻ കോസ്റ്റ് 37,749 രൂപയാണ്. അത് എത്ര ഹവേഴ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 12,475 ഹവേഴ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 37,749 ഡിവൈഡഡ് ബൈ 12,475. അപ്പോൾ നമുക്ക് കിട്ടും 1 മണിക്കൂർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് 3.026 പെർ ഹവർ അല്ലേ? നെക്സ്റ്റ് സെറ്റപ്പ് കോസ്റ്റ്. ടോട്ടലി വന്നത് 4,250 രൂപയാണ്. അത് എത്ര തവണ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 17 ടൈംസ്. സോ 4,250 ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ 250 രൂപയാണ് ഓരോ തവണ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് വരുന്ന കോസ്റ്റ്. നെക്സ്റ്റ് വൺ ഓർഡറിങ് കോസ്റ്റ്. 1,920 റുപ്പീസ് ആണ് നമ്മൾക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ്. ഡിവൈഡഡ് ബൈ എത്ര തവണയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്? 10 ടൈംസ്. അപ്പോൾ നമുക്ക് ഒരു തവണ ഓർഡർ ചെയ്യാൻ 192 റുപ്പീസ് ആണ് കോസ്റ്റ് എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് വൺ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്. നോക്കിയേ, 7,560 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് വന്നത്. എത്ര തവണ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 27 ടൈംസ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 280 റുപ്പീസ് ആണ് പെർ ഹാൻഡിൽഡ് കോസ്റ്റ് ഇൻകർ ആവുന്നത്. ഫൈനലി സ്പെയർ പാർട്സ് കോസ്റ്റ്.
എത്രയാണ്? 8400 റുപ്പീസാണ് കോസ്റ്റ് വന്നത്. എത്ര തവണ സ്പെയർ പാർട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? 12 ടൈംസ്. ദാറ്റ് മീൻസ് 700 റുപ്പീസാണ് പെർ പാർട്സ് നമ്മൾക്ക് കോസ്റ്റ് വരുന്നത്. ഇതോട് കൂടെ നമ്മൾ CDR കംപ്ലീറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ത്രൂ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് അണ്ടർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ. യെസ്, ആദ്യം നമ്മൾ പ്രൈം കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഷീറ്റിന്റെ മെത്തേഡ് നിങ്ങൾക്കറിയാം. മെറ്റീരിയൽ, ലേബർ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് പ്ലസ് ഓൾ ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഞാനിവിടെ മെറ്റീരിയലും ലേബറൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതിന് റീസൺ, ട്രഡീഷണൽ മെത്തേഡിലും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡിലും പ്രൈം കോസ്റ്റ് വരെ നമ്മുടെ ആൻസർ സെയിം ആയിരിക്കും. അല്ലേ? ഞാൻ ഓൾറെഡി ട്രഡീഷണൽ മെത്തേഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല മക്കളെ. എക്കും ബിക്കും സിക്കും ഡിക്കൊക്കെ എത്രയാണ് പ്രൈം കോസ്റ്റ് വന്നത്? 8 rupees for A, 8 rupees for B, 28 for C, 26 for D. അതിന് മാറ്റൊന്നും വരാൻ പോകുന്നില്ലല്ലോ. മാറ്റൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ സെയിം എമൗണ്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. A 8 rupees, B 8 rupees, C 28, D 26. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എത്ര യൂണിറ്റ് ആണ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രൈം കോസ്റ്റ് കിട്ടും. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ബേസ്ഡ് ഓൺ ടോട്ടൽ ആയിരിക്കും, പെർ യൂണിറ്റ് അല്ല. അതിന്റെ റീസൺ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ടോട്ടൽ കോസ്റ്റിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സോ 8 rupees ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾക്ക് ഇൻകറാവുന്ന പ്രൈം കോസ്റ്റ്, പ്ലസ് എ എത്ര യൂണിറ്റ് ആണ് ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്, നമുക്ക് നോക്കാം. നോക്കിയേ, 500 യൂണിറ്റ് ആണ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 rupees ഇൻറ്റു 500 യൂണിറ്റ് 4000 rupees. ബി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8 rupees ആണ് നമ്മൾക്ക് ഇൻകറാവുന്ന പ്രൈം കോസ്റ്റ്. ബി എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 5000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 8 ഇൻറ്റു 5000 യൂണിറ്റ് 40,000 rupees. ഇനി സിന്റെ അവസ്ഥ എന്താണ്? 28 rupees ആണ് സി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻകറാവുന്ന പ്രൈം കോസ്റ്റ്. അങ്ങനെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് 600 യൂണിറ്റ് ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 28 ഇൻറ്റു 600 16,800 യൂണിറ്റ്. ലാസ്റ്റ് വൺ ഡി 26 rupees ആണ് പ്രൈം കോസ്റ്റ്. ഇൻറ്റു എത്ര യൂണിറ്റ് ആണ്? 7,000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഇൻറ്റു 7,000 യൂണിറ്റ് 1,82,000. ഇതോടുകൂടെ നമ്മൾ പ്രൈം കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആഡ് ഓവർ ഹെഡ്. നല്ല പോലെ ശ്രദ്ധിച്ചോ. ഒറ്റ ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ആഡ് ഓവർ ഹെഡ്. എങ്ങനെയാണ് ഓവർ ഹെഡ് ചെയ്യുക? മെഷീൻ റിലേറ്റഡ് ഓവർ ഹെഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം മെഷീൻ റിലേറ്റഡ് ഓവർ ഹെഡ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കിയേ, എത്രയാണ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള മെഷീൻ ഹവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 500 യൂണിറ്റ് ആണ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 1/4 അല്ലെങ്കിൽ 0.25 ഹവേഴ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടലി ആവശ്യമുള്ളത് എത്ര മണിക്കൂറാണ്? 125 ഹവേഴ്സ് ആണ്. ഇൻറ്റു ഓരോ മണിക്കൂറിനും നമ്മൾ എത്രയാണ് കോസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് മെഷീൻ ഹവറിന്? ഓരോ മണിക്കൂർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടും 3.026 rupees നമ്മൾക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഇത്രയും ടൈപ്പ് കോസ്റ്റ് അല്ലേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ മെഷീൻ കോസ്റ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെഷീൻ കോസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഓരോ മണിക്കൂറിനും 3.026 rupees ആണ് നമ്മൾക്ക് കോസ്റ്റ് വരുന്നത്. എത്ര മണിക്കൂറാണ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? 125 ഹവേഴ്സ്. സോ 125 ഇൻറ്റു 3.026. നോക്കിയേ, 125 ഇൻറ്റു 3.026 എത്ര വന്നു? മെഷീൻ റിലേറ്റഡ് കോസ്റ്റ് ഫോർ എ 378. ഇനി ബി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വെരി സിമ്പിൾ ആണ്. ബി എത്രയാണ് ടോട്ടൽ ഹവേഴ്സ് ഉള്ളത്? 1250 ഹവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബി ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ മണിക്കൂറിനും നമുക്ക് എത്രയാണ് മെഷീൻ കോസ്റ്റ് വരുന്നത്? 3.026. സോ 3.026 ഇൻറ്റു 1250 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ കോസ്റ്റ് കിട്ടും. നോക്കിയേ, 1250 ഇൻറ്റു 3.026 3782. ഇനി സിയുടെ മെഷീൻ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ഒന്ന് പറഞ്ഞേ. നോക്കിയേ, സിക്ക് ആവശ്യമുള്ള മെഷീൻ ഹവേഴ്സ് എത്രയാണ്? 600 ഹവേഴ്സ് ആണ്. ഇൻറ്റു ഓരോ മണിക്കൂറിനും 3.026 അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? 600 ഇൻറ്റു 3.026. ലാസ്റ്റ് വൺ ഡിക്ക് 10,500 ഹവേഴ്സ് ആണ് ആവശ്യമുള്ളത്. ഓരോ മണിക്കൂറിനും 3.026. 10,000 ഇൻറ്റു 3.026 31,773 ആണ് നമ്മൾക്ക് ഇൻക്രാവുന്ന ഡിയുടെ കോസ്റ്റ്.
ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതോടുകൂടെ എ ആയിരിക്കുന്ന മെഷീൻ റിലേറ്റഡ് കോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താണ് രണ്ടാമത്തെ കോസ്റ്റ്? മെഷീൻ കോസ്റ്റ് കംപ്ലീറ്റ് ആയല്ലോ. ഇനി സെറ്റപ്പ് കോസ്റ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സെറ്റപ്പ് കോസ്റ്റ് ഓരോ തവണ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും 250 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് ഇൻകർ ആവുന്നത്. പ്രൊഡക്റ്റ് എക്ക് നമ്മൾ എത്ര തവണയാണ് മക്കളെ സെറ്റപ്പ് ചെയ്യുന്നത്? എവിടെയാ? യെസ്, ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, നമ്പർ ഓഫ് സെറ്റപ്പ് നോക്കിയേ. പ്രൊഡക്റ്റ് എക്ക് നമ്മൾ ഒരു തവണയാണ് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെ? ഓരോ തവണ സെറ്റപ്പ് ചെയ്യാനും 250 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. പ്രൊഡക്റ്റ് എ നമ്മൾ ഒരു തവണയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് ഫോർ എ എത്രയാണ്? 250 ഇൻറ്റു 1, ജസ്റ്റ് 250 റുപ്പീസ്. ഇനി പ്രൊഡക്റ്റ് ബിക്കോ നമ്മൾ നോക്കിയേ 6 ടൈംസ് ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും 250 റുപ്പീസ് ആണ് കേട്ടോ സെറ്റപ്പ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ബിക്ക് നോക്കിയേ 250 ഇൻറ്റു 6 1500 റുപ്പീസ് ആണ് സെറ്റപ്പ് കോസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? ഇനി സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സിക്ക് 2 ടൈംസ് ആണ് സെറ്റപ്പ് കോസ്റ്റ് വരുന്നത്. 2 ടൈംസ് ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഓരോ തവണയും 250 റുപ്പീസ് അല്ലേ കോസ്റ്റ് വരുന്നത്? 250 ഇൻറ്റു 2 500 റുപ്പീസ്. ഫൈനലി ഡിക്ക് എത്ര തവണയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? 8 ടൈംസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ 8 ഇൻറ്റു 250 2000 റുപ്പീസ് ആണ് ഡിക്ക് കോസ്റ്റ് വരുന്നത് ഫോർ സെറ്റപ്പ്. അതോടുകൂടെ സെറ്റപ്പ് കോസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് കോസ്റ്റ് ഏതാണ്? സെറ്റപ്പ് കോസ്റ്റ് കഴിഞ്ഞു, മെഷീൻ കോസ്റ്റ് കഴിഞ്ഞു. ഓർഡറിംഗ് കോസ്റ്റ് ആണ് നെക്സ്റ്റ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഓരോ തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും 192 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത് അല്ലെ? ഓരോ തവണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും 192 റുപ്പീസ് ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർഡറിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്ക് എത്ര തവണ നമ്മൾ ഓർഡർ ചെയ്യണം? നോക്കിയേ, ഒറ്റ തവണ ഓർഡർ ചെയ്താൽ മതി. സോ 1 ഇൻറ്റു 192 റുപ്പീസ്. ഇനി ബിക്ക് എത്ര തവണ ഓർഡർ ചെയ്യണം? 4 ടൈംസ് ഓർഡർ ചെയ്യണം. സോ 4 ഇൻറ്റു 192 768. ഇനി സിക്ക് എന്താണ് അവസ്ഥ? സിക്ക് 1 ടൈമാണ് ഓർഡർ ചെയ്യേണ്ടത്. 1 ഇൻറ്റു 192 റുപ്പീസ്. ലാസ്റ്റ് വൺ ഡിക്ക് 4 ടൈംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. 4 ഇൻറ്റു 192 768. ഇതോടുകൂടെ ഓർഡറിംഗ് കോസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെയോ ഓർഡറിംഗ് കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള കോസ്റ്റ് ഏതാണ്? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഓരോ തവണ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും 280 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് ഇൻകർ ആവുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എത്ര തവണയാണ് ഞാൻ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലേ? എവിടെയാ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്? നോക്കാം നമുക്ക്. മെറ്റീരിയൽ ഹാൻഡിൽ കോസ്റ്റ് എക്ക് 2 ടൈംസ് ആണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ 2 ഇൻറ്റു 280. ഓരോ തവണ ഹാൻഡിൽ ചെയ്യാനും 280 റുപ്പീസ് ആണ് ഇൻകർ ആവുന്നത്. ഇൻറ്റു 2 560. പിന്നെയോ എത്രയാണ്? ബിക്ക് 10 ആണ് ബിക്ക്, 3 ആണ് സിക്ക്, 12 ആണ് ഡിക്ക്. ഞാൻ അതേപോലെ കോപ്പി ചെയ്തു. നോക്കിയേ, 10 3 12. എല്ലാം എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 280 കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. ഇൻറ്റു 280 കൊണ്ട് ഇൻറ്റു ചെയ്തു. 2800 840 3360 ചെയ്ത് തന്നെയല്ലേ? യെസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ലാസ്റ്റ് കോസ്റ്റ് ആണ് എന്ത്? സ്പെയർ പാർട്സ് കോസ്റ്റ്. എന്താണ് പറഞ്ഞത്? 700 രൂപയാണ് ഓരോ തവണ സ്പെയർ പാർട്സ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കോസ്റ്റ് വരുന്നത്. സോ ഞാൻ സ്പെയർ പാർട്സ് എല്ലാ കേസിലും 700 കാണിച്ചു. ഇനി എത്ര തവണയാണ് നമ്മൾ സ്പെയർ പാർട്സ് യൂസ് ചെയ്തത് നോക്കണം. നോക്കിയേ, 2 5 1 4. ഞാൻ എന്ത് ചെയ്തു? നേരെ കോപ്പി ചെയ്തു. നോക്കിയേ, ശ്രദ്ധിക്കണേ, 2 5 1 4 എല്ലാം ഇൻറ്റു 700 കൊണ്ട് ഇൻറ്റു ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ടോട്ടൽ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കോസ്റ്റ് അല്ലേ ഉള്ളൂ. സ്പെയർ പാർട്സ് കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റ് ഒന്നുമില്ല. ഇപ്പം എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്യാനില്ല. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കിയേ, പ്രൈം കോസ്റ്റ് 4000 ആണ് ഏൻ്റെതായിട്ട് കണ്ടുപിടിക്കുന്നത്. 4000 റുപ്പീസ് പ്രൈം കോസ്റ്റ് പ്ലസ് മെഷീൻ കോസ്റ്റ് 378 പ്ലസ് സെറ്റപ്പ് കോസ്റ്റ് 250 പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് 192 പ്ലസ് മെഷീൻ ഹാൻഡ്ലിംഗ് കോസ്റ്റ് 560 പ്ലസ് സ്പെയർ പാർട്സ് 1400. ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 6780.
അതേപോലെ തന്നെ ഈ പറയുന്ന കോസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബിയുടെ ടോട്ടൽ കോസ്റ്റും കിട്ടും 52,350. സിൻ്റെത് എത്രയാണ്? 20,847. ഡിൻ്റെത് 2,22,22,703. ക്ലിയർ ആണോ? ഇനി യൂണിറ്റ്സ് ഓരോന്നും എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് അതും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഓക്കെ, എ 500, ബി 5000, സി 600, ഡി 7000. ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ആ യൂണിറ്റ്സ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് 6,780 രൂപ ഇൻക്രീസ് ആയിട്ടുള്ളത്. 6,780 രൂപ ഇൻക്രായത്. എ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 500 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? 6,780 ഡിവൈഡഡ് ബൈ 500, 13.56 റുപ്പീസ്. ബിക്കോ 52,350 രൂപയാണ് ബി ടോട്ടലി കൺസ്യൂം ആയത്. ഡിവൈഡഡ് ബൈ അത് എത്ര യൂണിറ്റിനാണ്? 5000 യൂണിറ്റിനാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. അതേപോലെ സി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 34.74, ഡി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 31.815 അല്ലേ? യെസ്. ഇനി കോസ്റ്റ് ആസ് പെർ ട്രഡീഷണൽ. എന്തിനാണ് ഞാൻ ഈ ട്രഡീഷണൽ മെത്തേഡ് ഇവിടെ ചെയ്യാൻ കാരണം? ക്വസ്റ്റ്യനിൽ നമ്മളോട് കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്ര, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്ര. സോ ട്രഡീഷണൽ മെത്തേഡിൽ കണ്ടുപിടിച്ച ടോട്ടൽ കോസ്റ്റ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 9.24 എ, ബി 9.2, സി 38.8, ഡി 33.2. ഈ കോസ്റ്റ് ഞാൻ അതേപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഓക്കെ, കോസ്റ്റ് ആസ് പെർ ട്രഡീഷണൽ. കോസ്റ്റ് ആസ് പെർ എ ബി സി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ഇതൊന്നും കൂടെ താഴോട്ട് കോപ്പി ചെയ്തു, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി ചെയ്തു എന്ന് മാത്രം, നത്തിങ് മോർ. ഇനി എന്താണ് ഡിഫറൻസ്? എത്രയാണ് രണ്ടും തമ്മിൽ ഡിഫറൻസ്? എത്രയാണ്? ട്രഡീഷണൽ മെത്തേഡിൽ എക്ക് വന്നിട്ടുള്ളത് 9.2 റുപ്പീസ് ആണ്. ആസ് പെർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എത്രയാണ്? 13.56 ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 4.36. രണ്ടാമത് 9.2 ആണ് ഫോർ ബി. ഇവിടെ എത്രയാണ്? 10.47. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് 1.27. സിക്കോ ആസ് പെർ ട്രഡീഷണൽ 32.8 ആണ്. മൈനസ് ആസ് പെർ എ ബി സി എത്രയാണ്? 34.745. ഡിഫറൻസ് എത്രയാണ്? 1.945. ഡിക്ക് 33.2 മൈനസ് 31.815, 1.38. ഇപ്പോൾ നമ്മൾക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കൂടെ മനസ്സിലായി. ട്രഡീഷണൽ മെത്തേഡിലും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലും ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഡിഫറൻസ് ഓരോ പ്രൊഡക്റ്റും ഉള്ളതെന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഒരൊറ്റ കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കോപ്പി ചെയ്തു. നമ്മളിവിടെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയത് അണ്ടർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എന്താണ്? പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് സ്റ്റാർട്ടിങ് സമയത്ത്, അതായത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? 8 റുപ്പീസ് ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻറ്റു 500 യൂണിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് 4000 കിട്ടിയത്. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പെർ യൂണിറ്റിന്റെ ഡാറ്റ മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, പെർ യൂണിറ്റ് കോസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം 500 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ശേഷം ഇവിടുത്തെ ശേഷം 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ രണ്ടാം പണി ചെയ്യുന്നത്? എടുത്ത പണി തന്നെ വീണ്ടും ചെയ്യാനുള്ള കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ കോൺസെപ്റ്റും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിക്കണേ. യെസ്, നിങ്ങളിവിടെ 4000 എടുത്തു. ഓക്കെ, ശേഷം നിങ്ങൾ ആഡ് ഓവർ ഹെഡ് കാണിച്ചല്ലോ, ആഡ് ഓവർ ഹെഡ് കാണിച്ചു. 125 റുപ്പീസ് എന്താണ്? 125 എന്ന് പറയുന്ന ഡാറ്റ എന്താണ്? നിങ്ങൾ കൺസ്യൂം ചെയ്ത ഹവേഴ്സ് ആണ് 125 അല്ലേ? മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടോട്ടൽ എത്ര ഹവേഴ്സ് കൺസ്യൂം ചെയ്തത്? 125 ഹവേഴ്സ് കൺസ്യൂം ചെയ്തത്. ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് 3.026 ഹവേഴ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇൻഡ്യൂ ചെയ്യുന്ന എന്താണ്? 125 ഇൻറ്റു 3.026 ആണ്. അതല്ലേ നമ്മളെ കയ്യിലുള്ള ഡാറ്റ, അത് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഒരു യൂണിറ്റിന്റെ ഡാറ്റ ആണോ കിട്ടുക, അതോ 500 യൂണിറ്റിന്റെ ഡാറ്റ ആണോ കിട്ടുക? നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ 500 യൂണിറ്റിന്റെ ഡാറ്റയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന ആൻസറിലെ മെഷീൻ റിലേറ്റഡ്
കോസ്റ്റ് 378. ഈ 378 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ല. എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റാണ്. ദാറ്റ് മീൻസ് നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കോസ്റ്റും 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ സെറ്റപ്പ് കോസ്റ്റ് ഒന്ന് എടുക്കാം അല്ലേ. സെറ്റപ്പ് കോസ്റ്റ് നമുക്കറിയാം, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 250 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് എത്ര സെറ്റപ്പ് ഉണ്ട്? ഓക്കെ, നമ്പർ ഓഫ് സെറ്റപ്പ് എ 1 ടൈം ആണ് സെറ്റപ്പ് ഉള്ളത് അല്ലേ. ഇതിന്റെ അർത്ഥം എ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 ടൈം സെറ്റപ്പ് ചെയ്യണമെന്നാണോ? അല്ല, 500 യൂണിറ്റ് ആണ് ടോട്ടൽ എ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിന് മുഴുവനായിട്ടും ഒറ്റ തവണയാണ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഡാറ്റ എങ്ങനെയാണ്? ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഡാറ്റയാണ് നമ്മൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 1 ഇൻറ്റു എവിടെയാ 1 ഇൻറ്റു 250 ചെയ്തത് 250 റുപ്പീസ്. ഈ 250 റുപ്പീസിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ല, 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈസി ആവാൻ വേണ്ടിയിട്ട് എല്ലാ ഡാറ്റയും ടോട്ടൽ കോസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് എത്ര യൂണിറ്റ് ആണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നു. ഞാൻ ആ കോൺസെപ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സമയത്തും ടോട്ടൽ കോസ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ ആണോ? യെസ്, കോപ്പി ചെയ്തോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 10 to 12 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് മനസ്സിലാക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഏരിയ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ലാസ്റ്റ്. ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. ഞാനിവിടെ ഏകദേശം നമ്മൾ 1 അവർ കഴിഞ്ഞ കാരണത്താലാണ് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയും കൂടെ നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ബാലൻസ് ആണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, പോസിബിൾ ആണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയും കൂടെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.